Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി വെറും രണ്ട് ചേരുവകൾ മാത്രം മതി. നമ്മുടെ വീട്ടിലൊക്കെ ഇച്ചിരി പഴുത്തുപോയ പഴങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ കളയാറുണ്ട്, അല്ലെങ്കിൽ മാറ്റി വെക്കാറുണ്ട്. അയ്യോ ഇത് ഒത്തിരി പഴുത്തു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ അത്തരത്തിൽ നല്ല പഴുത്തു പോയ പഴങ്ങൾ ഇനി കളയാതെ ഇതേപോലെ ഈ രണ്ട് ചേരുവകൾ വെച്ചിട്ട് ഇച്ചിരി തേങ്ങയും പിന്നെ ആ പഴവും കൂടെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, ഒട്ടും എണ്ണ ചേർക്കണ്ട അല്ലെങ്കിൽ ഒട്ടും പഞ്ചസാര ഇതൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇതാ ഈ ഒരു പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം എടുക്കാം. റോബസ്റ്റ പഴം, ചെറുപഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം. എടുക്കുന്ന പഴം അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അപ്പോഴാണ് രുചി കൂടുതൽ കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒന്നുമല്ല, അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടോ ഇത് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കണം. ഒട്ടും കട്ടകളില്ലാതെ തന്നെ ഉടയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് തേങ്ങയാണ്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ചെരുകിയ തേങ്ങ ചേർക്കാം, അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. കടകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അതിനൊരു കണക്ക് ഞാൻ പറയുന്നില്ല. ഇപ്പം ഞാനിവിടെ ഒരു പഴത്തിന് ഏകദേശം ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പിന് താഴെ നിൽക്കുന്ന അളവിലുള്ള തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് ആദ്യം ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കൊരു തൃപ്തി വന്നില്ല. അപ്പം അതുകൊണ്ട് ഞാനിനി പതുക്കെ കൈ കൊണ്ടാണ് ഇത് കുഴച്ചെടുക്കാൻ പോകുന്നത്. അപ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു പരുവൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിന് ശരിക്കും നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുമ്പോഴത്തെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതായത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കുന്ന ഒരു പരുവം, ആ ഒരു പരുവം ആവുന്നത് വരെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കണക്കില്ലാന്ന്. ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ കൂട്ടിക്കോളൂ കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇത് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് കണ്ടോ ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്, എന്നാൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. നിങ്ങൾക്ക് ബോൾ റൗണ്ടോ ഓവലോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇന്നിപ്പോൾ കട്ട്ലേറ്റിൻ്റെ പോലെയൊക്കെയുള്ള റൗണ്ടായിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് അത്രയും തിക്കായിട്ട് എടുക്കുന്നില്ല, ഇച്ചിരി കൈ കൊണ്ട് ഞാനൊന്ന് പരത്തി കൊടുക്കുന്നുമുണ്ട്, ഇച്ചിരി ഒരു കനം കുറഞ്ഞിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഞാനൊന്ന് ഷേപ്പാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ക്ലോസപ്പ് ആയിട്ട് കാണിക്കാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യാൻ, ഇത് നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ പേടിക്കേണ്ട, ഓവനൊന്നുമില്ല. ഓവനില്ലാതെ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു കേക്കിൻ്റെ ടിൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് തടവി കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ നേരിട്ട് തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇതങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന സംഭവമൊന്നുമല്ല കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും നമ്മളിങ്ങനെ ഷേപ്പ് ആക്കിയിട്ടുള്ളത് ഈ ഒരു പാത്രത്തിനകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ റെഡിയാണ്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് ഈ പാത്രം മൂടി വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിനകത്തൊരു വയർ റാക്ക് വെച്ച് കൊടുത്തു. നമ്മൾ കേക്ക് എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. എന്നിട്ട് ഈ പാത്രം ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കുക. അതിനുശേഷം നമുക്ക് ഏകദേശം ഒരു 25 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കണം, അല്ലെങ്കിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മൂടി വെക്കുന്ന പാത്രത്തിന് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ബേക്ക് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്കിത് ആവി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടയുണ്ടല്ലോ, അതിനകത്തോട്ട് നമ്മളിതുപോലെ പേപ്പർ ഒന്ന് തിരുകി ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഒരു 25 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കാം. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു സൂപ്പർ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ആ തേങ്ങയൊക്കെ പുറമേ ഉള്ളത് കൊണ്ട് തന്നെ പുറമേയൊക്കെ നല്ല ക്രിസ്പിയും അകം പഴത്തിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ ആയിട്ടാണ് വരിക. പിന്നെ നമുക്ക് ഈ ചൂട് ഇങ്ങനെ തട്ടും തോറും നമ്മുടെ ഈ ഒരു തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരും. അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത്. അതങ്ങനെ തന്നെയാണ് വേണ്ടിയത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റിനും 20 മിനിറ്റിനും ഇടയ്ക്കുള്ള ഒരു സമയത്തിൽ ഇത് ബേക്ക്
ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് അതിന് പകരം ഏതെങ്കിലും ഒരു ബാർ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ഇച്ചിരി ഉരുക്കിയിട്ടാണെങ്കിലും മെൽറ്റ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. പഴവും അതുപോലെ തന്നെ തേങ്ങയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.